ഹലോ എവ്രി വൺ, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ടു എവ്രി വൺ ഹൂസ് വാച്ചിങ് അസ്. അപ്പം ഞങ്ങൾ വീണ്ടും ഈ ആഴ്ച ഒരു മൺഡേ ഞങ്ങളുടെ ടീമിലെ കുറച്ച് പേരായിട്ട് നമ്മൾ ലൈവിൽ വന്നേക്കണേണ്. അപ്പം ഇന്ന് ഞങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു ജേർണി എന്താണ്, നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളൊരു ഓൺലൈൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്തത്, നമ്മുടെ ജേർണി, നമ്മൾക്ക് ഇതിൽ കിട്ടിയ ഒരു ബെനിഫിറ്റ് എന്താണ്, ഈ ഒരു ജേർണിയിൽ നമുക്കുണ്ടായ ഒരു ചേഞ്ചസ് എന്താണ്, ഇനി ചാലഞ്ചസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, എങ്ങനെ നമ്മൾ ആ ചാലഞ്ചസ് ഫേസ് ചെയ്തു, അങ്ങനെയുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ് ആണ് ഞങ്ങൾ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോണത്. ഓപ്പ് വി ആർ ഗിവിംഗ് എവ്രി വൺ സം വാല്യൂ ടുഡേ. സോ വെൽക്കം ജിൻസി, ഷിനോ ചേട്ടൻ ആൻഡ് ഫ്രാൻസി. സോ ലെറ്റ്സ് ഡിസ്കസ്. അപ്പം നമ്മുടെ എല്ലാവരുടെയും പേജിലൂടെ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ ബിസിനസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം, എന്താണ് നമ്മൾ ചെയ്യുന്നത്, എനിക്കും ഈ ബിസിനസ് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആരുടെ പേജിലൂടെയാണോ വാച്ച് ചെയ്യുന്നത് നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യുക. വി ആർ ദെയർ ടു ഹെൽപ്പ് യു ആൻഡ് സപ്പോർട്ട് യു. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒന്ന് ജിൻസിനോട് തന്നെ ചോദിക്കാം. ജിൻസിയാണ് ഏറ്റവും ന്യൂ ആയിട്ടുള്ള ഒരാൾ ഈ ബിസിനസ്സിൽ. അപ്പൊ ജിൻസി എന്തുകൊണ്ടാണ് ജിൻസിക്ക് ഒരു ഓൺലൈൻ ബിസിനസ് വേണം, അങ്ങനെയുള്ള വൈ ഡിഡ് യു തിങ്ക് അബൌട്ട് ഇറ്റ്? താങ്ക്സ് മെലീന ചേച്ചി. ഹായ് ഓൾ. എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹം കിടപ്പുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഇവിടെ കാനഡയിൽ വന്നിട്ടായാലും ഞാനിങ്ങനെ ബിസിനസ് ചെയ്യണം അതൊക്കെ ഇങ്ങനെ മനസ്സിൽ കിടന്ന് ഓടും. അപ്പോഴാണ് ഒരു ദിവസം മെലീന ചേച്ചിയുടെ ആഡ് ഞാൻ കാണുന്നത്. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചീനെ മെസ്സേജ് ചെയ്ത് ചേച്ചിയോട് സംസാരിച്ചു കഴിഞ്ഞിട്ടും വേണോ വേണ്ടയോ എനിക്കൊരു ഡൗട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ അത് അങ്ങ് ഡ്രോപ്പ് ചെയ്തിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടയ്ക്ക് പിന്നെയും കുറച്ച് പിന്നെ എൻ്റെ മനസ്സിലേക്ക് എന്നാ ചേച്ചി ഫേസ്ബുക്കൊക്കെ നോക്കാൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ഒന്ന് പോയി ഒന്ന് നോക്കിയാക്കാലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ മെലീന ചേച്ചിയുടെ ഫേസ്ബുക്ക് നോക്കി കുറേ വീഡിയോസും ലൈവ് വീഡിയോയും വന്ന് കുറേ കണ്ടു. അങ്ങനെ ബാക്കിയുള്ളവരുടെ പേജുകൾ ഞാനിങ്ങനെ നോക്കി തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാരണം നമുക്ക് ഡിജിറ്റൽ ബിസിനസ് ആണെന്ന് പറയുമ്പോൾ, ഓൺലൈൻ ബിസിനസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പേടിയാണ്. അത് നല്ലതാണോ, തട്ടിപ്പാണോ, വെട്ടിപ്പാണോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ എനിക്ക് മെലീന ചേച്ചി അന്ന് എനിക്ക് അത്ര അങ്ങനെ പരിചയവും ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ചേച്ചിയുടെ വീഡിയോസും ഫേസ്ബുക്കും പിന്നെ അങ്ങനെ ഒരുപാട് പല ആൾക്കാരുടെ തന്നെ ഫേസ്ബുക്ക് പേജുകൾ പോയി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്കൊരു വിശ്വാസം തോന്നി, ഇത് ശരിക്കുള്ള ബിസിനസ് ആണ് എന്ന് എനിക്ക് തോന്നി. അപ്പൊ അങ്ങനെയാണ് രണ്ടാമത് പിന്നെ ഞാനാണെങ്കിൽ വെബിനാർ വാച്ച് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ 149 അടച്ച് ഞാനാണെങ്കിൽ ട്രെയിനിങ് കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ചേച്ചിയായിട്ടുള്ള കോച്ചിങ് കോൾ വന്നത്. അപ്പോൾ പിന്നെ അപ്പോഴും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയത്തില്ല. അപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓൾറെഡി ചെയ്യുന്ന അവളോട് ഞാൻ ചോദിച്ചു, എന്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംഭവം, ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പൊ അവള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കിപ്പോൾ അവളോട് ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. കാരണം അത്രയും നല്ല ട്രെയിനിങ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരുപാട് ഫ്രം ഒരു കുട്ടിക്ക് ഒന്നും അറിയത്തില്ലാതെ വന്നൊരു കുട്ടിയാണെങ്കിൽ തന്നെ നമുക്കാണെങ്കിൽ ഓരോ സ്റ്റെപ്പുകൾ നമുക്ക് പറഞ്ഞു അതുപോലെ തന്നെ നമുക്കൊരു ടീമിന്റെ സപ്പോർട്ടായാലും ഭയങ്കര നല്ല സപ്പോർട്ടാണ്. നമുക്ക് എന്ത് കാര്യത്തിന്, ഞാനിപ്പോൾ ഓർമ്മയുണ്ട്, എന്ത് കാര്യത്തിന് മെലീന ചേച്ചിനെ ഞാൻ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് ചേച്ചി എനിക്ക് റിപ്ലൈ തന്ന് അതിനുള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത് നമുക്ക് അതിനുള്ള സപ്പോർട്ട് നമുക്ക് ഫുൾ തരുന്നത്. അപ്പോൾ ഇപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ ബിസിനസ്സിലേക്ക് വന്നതിൽ. എനിക്ക് ഭയങ്കര നമുക്കൊരു വിശ്വാസവും നമുക്ക് ചെയ്യണം എന്നുള്ള ഒരു ഇത് ഉണ്ട്. അപ്പൊ താങ്ക്സ് മെലീന ചേച്ചി. ഓക്കെ ജിൻസി, താങ്ക് യു സോ മച്ച്. എനിക്കറിയാം ജിൻസി ആദ്യം ഒത്തിരി ഡൗട്ട്ഫുൾ ആയിരുന്നു അല്ലെ? അത് സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. നമുക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവും. അത് നമുക്ക് ബുദ്ധി ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വരുന്നത് തന്നെ. പക്ഷേ വൺസ് നമ്മൾ വന്നു കഴിഞ്ഞ് നമ്മൾ ഈ ബിസിനസിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഡൗട്ട്സിനൊന്നും പിന്നെ സ്ഥാനമില്ല. ദെൻ വെദർ ഇറ്റ് ഇസ് യെസ് ഓർ നോ, ആർ യു റെഡി ടു ഡു ഇറ്റ് ഓർ യു ഡു നോട്ട് വാണ്ട് ടു ഡു ഇറ്റ്, അത്രേ ഉള്ളൂ. ആ ഒരു ആക്ഷൻ ആണ് പിന്നെ നമ്മൾ എടുക്കേണ്ടത്. ഇപ്പൊ ജിൻസിക്ക് കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ജിൻസിക്ക് എന്ത് തോന്നുന്നു നമ്മുടെ ഈ ബിസിനസ്സിൽ ഈ ട്രെയിനിങ്സ് ഒക്കെ? ജിൻസി ഫുൾ ടൈം വർക്കിംഗ് ആണ്, ജിൻസി ഒരു ഡാറ്റ എഞ്ചിനീയർ ആണ്, ജിൻസിക്ക് കുട്ടികളുണ്ട്, അപ്പൊ വർക്കിംഗും ആണ്, കുട്ടികളും ഉണ്ട്. അപ്പൊ ഇത്രയും ബിസി ആയിട്ടുള്ള ലൈഫിൽ ജിൻസിക്ക് ഇതിന്റെ ട്രെയിനിങ്സ് ഒക്കെ എടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ?
എനിക്ക് ട്രെയിനിങ്സ് എടുക്കഴിഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണമാണെങ്കിൽ ഇപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്താണെങ്കിൽ കുട്ടികളെ അതിൻ്റെ സൈഡിൽ ഇരുന്ന് പഠിപ്പിക്കണം. ആ സമയത്ത് ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടാണ് കുട്ടികളും സൈഡിൽ ഇരുന്ന് പഠിക്കും അവർ. അതുപോലെ തന്നെ ഇപ്പോൾ കിച്ചണിലാണെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ലാപ്ടോപ്പിലാണെങ്കിൽ സൗണ്ടിൽ ഇട്ടിട്ട് ട്രെയിനിങ് കേട്ടോണ്ട് തന്നെയാണ് കിച്ചണിൽ ഓരോ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്താ പറയുക, വേറെ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ എനിക്ക് ട്രെയിനിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലേ? അപ്പൊ അതെ. അത്രേ ഉള്ളൂ. അപ്പൊ ചില ആളുകൾക്ക് നമുക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ ഭയങ്കര ബിസിയാണ്, എനിക്ക് കുട്ടികളുണ്ട്, ജോലിയുണ്ട്, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഡൗട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്. കാരണം വളരെ ബിസി ആയിട്ടുള്ള വളരെ കുഞ്ഞു കുട്ടികളായിട്ടുള്ള ജിൻസിക്ക് പോലും ഇത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ആളാണ് ജിൻസി, എന്നിട്ട് പോലും ഷീസ് ഫൈൻഡിങ് ടൈം. നമ്മൾക്ക് കിട്ടുന്ന കുഞ്ഞു പോക്കറ്റ്സ് ഓഫ് ടൈം, ഇപ്പൊ നമ്മൾ പാത്രം കഴുകുമ്പോൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ സാധാരണ ഒന്നും ചെയ്യാറില്ല, വെറുതെ അവിടെ നിന്ന് നമ്മൾ ആ ഒരു എന്താ പറയാ, നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുക്കിംഗ് ആകുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ, ഞാൻ നമ്മുടെ കുറച്ച് നല്ല ബിസിനസിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി, പ്ലസ് നമ്മുടെ കുക്കിങ്ങും കഴിഞ്ഞു. അത് നമുക്കൊരു സന്തോഷം തന്നെ കാര്യമാണ് അല്ലെ? അപ്പൊ ഇനി നമുക്ക് ഫ്രാൻസിനോട് ചോദിക്കാം. ഫ്രാൻസിക്ക് എന്ത് തോന്നുന്നു? ഫ്രാൻസി എന്തുകൊണ്ടാണ്, ഫ്രാൻസി ഓൾറെഡി യൂട്യൂബിലും പിന്നെ ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ടായ ഒരാളായിരുന്നു. ഫ്രാൻസിക്ക് ബിസിനസ്സിൽ വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഫ്രാൻസി. ഫ്രാൻസിക്ക് എന്തുകൊണ്ടാണ് ഒരു ഓൺലൈൻ ബിസിനസിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയത്? ഫ്രാൻസി മ്യൂട്ടാണ്. ഫ്രാൻസി, ഹായ് എവരി വൺ. ഹായ്. ഞാൻ സ്റ്റുഡൻ്റ് ആയിട്ടാണല്ലോ കാനഡയിൽ വന്നത്. അപ്പം എൻ്റെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം PR ആണ് മെയിൻ ലക്ഷ്യം. സോ എൻ്റെ കോഴ്സ് കഴിഞ്ഞു, ജോലിക്ക് കയറി. അപ്പോൾ ആ സമയത്തൊക്കെ മൾട്ടിപ്പിൾ ജോബ്സാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ ലോൺ എടുത്ത് വന്ന ഒരാളാണ്. സോ എനിക്കിതെല്ലാം ഇത് ചെയ്യണമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് PR ഒക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ സ്വന്തമായിട്ട് എനിക്ക് തോന്നി തുടങ്ങി. എൻ്റെ വൈഫ് കൂടെ ഉണ്ടായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഒരുപാട് ഫാമിലി ടൈമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. കാരണം മൾട്ടിപ്പിൾ ജോബ്സിൽ കിടന്ന് സ്ട്രെസ് ചെയ്യാനായിരുന്നല്ലോ. സോ അങ്ങനെ ആയപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്ത് തുടങ്ങി, എങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നോക്കി. പിന്നീടാണ് ഞാൻ മെലീനയുടെ വീഡിയോ കാണുന്നത്. അത് എനിക്ക് ഒരുപാട് ടച്ച് ചെയ്തായിരുന്നു. സോ ഞാൻ അങ്ങനെയാണ് മെലീനെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ അങ്ങനെയാണ് ഈ ബിസിനസ്സിലോട്ട് വന്നത്. വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണെന്നും നമുക്ക് ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണെന്നും നല്ലൊരു സിസ്റ്റം ഉണ്ട്, നല്ലൊരു ബാക്കപ്പ് ഉണ്ട്, നല്ലൊരു മാനേജ്മെന്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനും. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോവില്ല, നമ്മൾ ഒരു ഇടത്തും സ്റ്റക്കായിട്ട് നിൽക്കില്ല. സോ അങ്ങനെ ആണ് ഞാൻ ഇപ്പോഴും ഈ ബിസിനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻ എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഫാമിലി ടൈമും പിന്നെ എന്താ പറയുക, മൾട്ടിപ്പിൾ ജോലി എന്നുള്ള ഒരു എസ്കേപ്പും ആയിരുന്നു. ഇപ്പോൾ കൂടുതലായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, ഏർലി റിട്ടയർമെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഞാൻ ഫോക്കസ് ഇനി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പം ഇതാണ് എൻ്റെ മെയിൻ കാര്യം, ഫാമിലി ടൈമും മൾട്ടിപ്പിൾ ഗുഡ് ബൈ ഫോർ മൾട്ടിപ്പിൾ ജോബ്സ്. ഓക്കെ, വെരി വെൽ. നല്ലൊരു വിഷനാണ് ഫാൻസിക്കുള്ളത്. എനിക്ക് ഇവിടെ ഒരു കാര്യം കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാല്, ഫ്രാൻസി കുറച്ച് ബ്രേക്ക് ഒക്കെ എടുത്ത് വന്ന ആളാണ്. ഫ്രാൻസിയുടേതായ പേഴ്സണൽ റീസൺസ് കാരണം ഫ്രാൻസി ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രാൻസിക്ക് അതിൻ്റെ ഇടയ്ക്ക് കുട്ടി ജനിച്ചു, ആൻഡ് ഷീ വാസ് ടേക്കിംഗ് കെയർ ഓഫ് ദ ബേബി, മദർ, വൈഫ്. അതിൻ്റെ ഇടയ്ക്ക് നാട്ടിലൊക്കെ പോയി. ബട്ട് സ്റ്റിൽ അത്രയും ഒരു ബ്രേക്ക് എടുത്തിട്ട് പോലും ഫ്രാൻസി കുഡ് കം ബാക്ക് ആൻഡ് റീസ്റ്റാർട്ട് ദിസ് ബിസിനസ്. അതായത് നമ്മൾ ഒരു ബ്രേക്ക് എടുത്ത് പോയാൽ യു ആർ നോട്ട് ഗോയിങ് ഔട്ട് ഫ്രം ദിസ് ബിസിനസ്. ആൻഡ് അങ്ങനെയുള്ള ഒരു ബിസിനസ് അല്ലേ ഇത്. നമ്മൾക്ക് നമ്മുടേതായ ഫാമിലിയിലുള്ള എന്തെങ്കിലും നമുക്ക്, ഇപ്പൊ നമ്മളെല്ലാവരും മനുഷ്യരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വന്ന് ഒരു കുറച്ച് നാളത്തേക്ക് നമുക്ക് ഈ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും യു ക്യാൻ കം ബാക്ക് ആൻഡ് റീസ്റ്റാർട്ട് ദിസ് ബിസിനസ്. ഫ്രാൻസി ബ്രേക്കും ആ ടൈമൊക്കെ കഴിഞ്ഞിട്ട് ഹി കെയിം ബാക്ക്. ആൻഡ് വന്നു കഴിഞ്ഞിട്ട് ഫ്രാൻസിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയോ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ? മൈൻഡായിരുന്നു പ്രശ്നം. നമുക്ക് തുടങ്ങാനായിട്ടുള്ള ഒരു രണ്ടാമതൊരു ബ്രേക്ക് തുടങ്ങാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് എല്ലാത്തിലും ഉണ്ട്. പിന്നെ ഇൻഫർമേഷൻസിനാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് സൈറ്റിൽ തന്നെ എല്ലാം ഉണ്ട്. അപ്പൊ പിന്നെ നമ്മളത് ജസ്റ്റ് ഗോ ത്രൂ ചെയ്താൽ മാത്രം മതി. വി ക്യാൻ ബാക്കപ്പ് ഓൾ ദി ഇൻഫർമേഷൻസ്. അതെ,
സോ തിരിച്ചു വന്നാൽ പോലും നമ്മൾക്കൊരു കുറച്ചൊന്ന് മൈൻഡ് സെറ്റ് ഒന്ന് വയർ ചെയ്യേണ്ടി വരും, കാരണം നമ്മൾ കുറച്ച് മാറി നിന്നുകൊണ്ട്. ബട്ട് അതർ ദാൻ ദാറ്റ് നമ്മുടെ ട്രെയിനിങ്സ് ഓപ്പൺ ആയിരുന്നു, എല്ലാം ഓപ്പൺ ആയിരുന്നു. ഓൾ യു ഹാവ് ടു കം ആൻഡ് സ്റ്റാർട്ട് ആൻഡ് ഡു എവറിത്തിങ്. ആൻഡ് താഴെ നിന്നല്ല ഫ്രാൻസി പിന്നീട് സ്റ്റാർട്ട് ചെയ്ത് വന്നത്. എവിടെ നിന്നാണോ ഫ്രാൻസി നിർത്തിയിട്ട് പോയത് അവിടെ നിന്നാണ് ഫ്രാൻസി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കം ബാക്ക് ചെയ്തത്. അപ്പൊ താങ്ക് യു ഫ്രാൻസി ഫോർ ഷെയറിങ്. അപ്പൊ നമുക്ക് ഷിനോ ചേട്ടനോട് ചോദിക്കാം അടുത്തത്. അതിനു മുമ്പ് അനു നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അനു, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാല് നമ്മൾ എന്തുകൊണ്ടാണ്, വൈ ഡിഡ് വി ചൂസ് ദിസ് ഓൺലൈൻ ബിസിനസ്, എന്തുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് അട്രാക്റ്റഡ് ആയത്, നമ്മുടെ ഒരു ജേണിയാണ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അനുവിനോട് അടുത്തത് ഷിനോ ചേട്ടൻ കഴിഞ്ഞിട്ട് നമുക്ക് അനുവിന്റെ ജേണി ഷെയർ ചെയ്യാം. അപ്പൊ നമുക്കിനി ഷിനോ ചേട്ടനോട് ചോദിക്കാം. ഷിനോ ചേട്ടൻ വന്നു, കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഷിനോ ചേട്ടനും വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷിനോ ചേട്ടൻ ഒരു ചെറിയ ബ്രേക്ക് എടുത്തു, നാട്ടിലൊക്കെ പോയി വെക്കേഷൻ ഒക്കെ ചെയ്തു. ബട്ട് ഈ കെയിം ബാക്ക് അഗൈൻ. സോ ഷിനോ ചേട്ടൻ്റെ ഒരു അഭിപ്രായം എന്താണ്? വൈ ഡിഡ് യു ചൂസ് ദിസ് ബിസിനസ് ആൻഡ് വൈ യു ഗോട്ട് അട്രാക്റ്റഡ് ടു ആൻ ഓൺലൈൻ ബിസിനസ്? First of all, thank you, Melina, for hosting our weekly Zoom meeting and also for live. Very wonderful. എൻ്റെ ഒരു ബിസിനസ് ജേർണി എന്ന് പറഞ്ഞാൽ, വൈ ഡിഡ് ഐ സ്റ്റാർട്ട് ദിസ് ബിസിനസ്? ഓഫ് കോഴ്സ് ഞാൻ വൈഫും ഞങ്ങൾ മക്കളായിട്ട് ഞങ്ങൾ മിഡിൽ ഈസ്റ്റിലായിരുന്നു, ഖത്തറിലായിരുന്നു 10 വർഷം. അപ്പം ഖത്തറിൽ നിന്ന് ഞങ്ങളൊരു വളരെ അവിടുത്തെ ഒരു സ്ട്രെസ് ഒക്കെ മാനേജ് ചെയ്യേണ്ട, അല്ലെങ്കിൽ വേറെ കുറച്ച് സ്ട്രെസ് റിലീഫ് ആയിട്ട് ഒരു കൺട്രി വേണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾ 2019 ഞാനൊരു സ്റ്റുഡൻ്റ് ആയിട്ട് ഇവിടെ ന്യൂസിലൻഡിൽ വന്നത്. ഇവിടെ വന്ന് തുടക്കത്തിലൊന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഫാമിലിയും ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ 2 വർഷം കഴിഞ്ഞ് ഞങ്ങളൊരു വീടൊക്കെ വാങ്ങിച്ചു. അങ്ങനെ വീടൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മോർഗേജ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, നമ്മുടെ സാലറിയുടെ ഏതാണ്ട് ഒരു ഭൂരിഭാഗവും പൈസ മോർഗേജിന് പോകുന്നു, പിന്നെ നമുക്കൊന്നും മിച്ചമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, ഇങ്ങനെ ഈ ഒരു ലൈഫ് അല്ല ഞങ്ങൾ ആഗ്രഹിച്ചത്. അങ്ങനെയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഖത്തർ നിന്നാൽ മതി, തിരിച്ച് ന്യൂസിലൻഡ് വരേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് പുറകോട്ട് പോകാനും പറ്റത്തില്ല. അങ്ങനെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എന്തെങ്കിലും ജോലിയോടൊപ്പം ഒരു സൈഡ് ഹസൽ ചെയ്യണം. കാരണം എനിക്ക് പേഴ്സണലായിട്ട് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ എക്സ്പ്ലോർ ചെയ്ത സമയത്ത് നമുക്കിപ്പോൾ ഒരു ജോലിയുണ്ട്, ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മുടെ ബിൽസ് എല്ലാം പേ ചെയ്യും, നമുക്ക് വേറെ ഒന്നും മിച്ചമില്ല. ഇനി ഞാനൊരു ട്രഡീഷണൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ ടൈം ആയിട്ട് ഞാൻ അതിലോട്ട് ഫോക്കസ് ചെയ്യണം, കാരണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഓൺലൈൻ ബിസിനസ് ആണെങ്കിൽ എനിക്ക് ജോലിയും ചെയ്യാൻ പറ്റും, എനിക്ക് ബിസിനസ്സും ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ജോലി കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് വലിയൊരു അഡ്വാൻറ്റേജ് ഓൺലൈൻ ബിസിനസ്. കാരണം നമ്മളിവിടെ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഏകദേശം മിക്ക ആൾക്കാരും തന്നെ എന്തെങ്കിലും അവരുടെ തന്നെ പ്രൈമറി ജോലിയും ചെയ്യുന്നുണ്ട്. ആ ജോലിയുടെ ഫ്രീ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാരണം ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വെച്ചാൽ, ഞങ്ങൾ ഗൾഫിലായിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ എല്ലാ വർഷവും നാട്ടിൽ പോയിരുന്നു. കാരണം അത് ശരിക്കും എൻജോയ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, ഒരു മനുഷ്യൻ പോലും എല്ലാ വർഷവും നാട്ടിൽ പോകുന്നില്ല, കാരണം ആൾക്കാർക്ക് ആർക്കും പൈസ തികയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈഫ് അല്ല ആഗ്രഹിച്ചത്. എനിക്ക് എല്ലാ വർഷവും നാട്ടിൽ പോകണം, അല്ലെങ്കിൽ ഒരു വെക്കേഷന് പോകണം. അപ്പൊ അതിന് ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്യുന്ന ജോലി വെച്ചുകൊണ്ട് ഒരിക്കലും നടക്കത്തില്ല. ഞാൻ എന്ത് തലകുത്തി പറഞ്ഞാലും 24 hours ചെയ്താലും ഒരിക്കലും നടക്കത്തില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും മാറി ചിന്തിക്കണം. കാരണം നമ്മളെപ്പോഴും ഒരു കംഫോർട്ട് സോണിലാണ് നിൽക്കുന്നത്. ഈ കംഫോർട്ട് സോണിൽ നിൽക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. ഇങ്ങനെ ചലത്താ പോടെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ മാറി ചിന്തിക്കണം. എനിക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ല വേണ്ടത്. ഞാൻ കുറച്ചും കൂടെ കംഫോർട്ട് സോൺ നമ്മൾ മാറി നമ്മൾ കുറച്ചും കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ നിലവിൽ നമ്മൾ അനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ് മാറാൻ പറ്റും. ഒരു ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു മോർഗേജ് എടുത്തേക്കുന്നത് 25 years എടുത്തേക്കുന്നത്. അത് 25 years കഴിയുമ്പോൾ തന്നെ നമ്മുടെ എൻഡ് ഓഫ് ലൈഫ് തീർന്നു, പിന്നെ നമുക്കൊരു ഇല്ല. അതുകൊണ്ട് ഈ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കൊരു വെക്കേഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കണം. എൻ്റെ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ, ഈ മോർഗേജ് എല്ലാവരുടെയുള്ള വിഷയമാണ്. ഈ മോർഗേജ് കുറച്ച് നേരത്തെ അടച്ചു തീർക്കണം. എനിക്കൊരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ എനിക്ക് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ സ്വന്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിൻ്റെ അകത്ത് നിന്ന് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇൻകം കിട്ടും, അത് സ്റ്റഡി ആയിട്ട്. അതാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ എനിക്ക് ബിസിനസ്സിലൂടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം എനിക്ക് ഇവിടുന്ന് സപ്പോർട്ടൊക്കെ ഭയങ്കര അമേസിംഗ് ആയിരുന്നു. നമ്മുടെ തന്നെ ടീം വർക്ക്, ഞങ്ങൾ ചെറിയ ടീമാണ്, മെലീനയാണ് അത് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന, ഒരു ബുദ്ധിമുട്ടും ഒരു ഡിഫിക്കൽറ്റീസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ വേറെ എന്നാ പറയുന്നത്, ഞാൻ വളരെ ഒരു
ചെറിയൊരു ഷൈ ആയിട്ടുള്ള വ്യക്തിയാണ്. അതായത് ഒരു ലൈവ് ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യാനോ ഒന്നും എനിക്ക് അത്ര ഒരു എന്താ പറയുന്നത് താല്പര്യം ഇല്ലായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ചെറിയ ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഈ ബിസിനസ്സിൽ വന്നപ്പം ഒന്നും അല്ലാതായി. കാരണം ആദ്യമൊക്കെ ഞാൻ ലൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം ലൈവ് ഒന്നും വിഷയമുള്ള കാര്യമില്ല, ചുമ്മാ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. കാരണം അത് നമ്മൾ അതുമായിട്ട് യൂസ്ഡ് ആയി. അങ്ങനത്തെ ഒരു ചെറിയ ഡിഫിക്കൽറ്റി മാത്രം ഉള്ളായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറി ഇപ്പം നല്ലപോലെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ ബിസിനസ് റൺ ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു ഗോൾ ഉണ്ട്. ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യണം. കാരണം എല്ലാവർക്കും ഒരു ഡ്രീംസ് ആൻഡ് എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷൻ നമ്മൾ കളയല്. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെ എക്സ്പ്ലോർ ചെയ്യണം. താങ്ക് യു ചിന്നച്ചേട്ടാ. ചിന്നച്ചേട്ടൻ വളരെ നല്ല രീതിയിൽ ചിന്നച്ചേട്ടൻ്റെ ജേർണി എക്സ്പ്ലെയിൻ ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ്സ് ഇൻസ്പയറിങ് സംബഡി ഹൂസ് വാച്ചിങ് അസ്. ഇപ്പൊ ചിന്നച്ചേട്ടൻ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ ചിന്നച്ചേട്ടൻ അത് ഷെയർ ചെയ്തു. അതിൽ എനിക്ക് ഏറ്റവും വളരെ ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയത്, നമ്മൾക്ക് പല രീതിയിൽ ഇൻകം കൂടുതൽ ഇൻകം വീട്ടിലേക്ക് കൊണ്ടുവരാം. നമുക്ക് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ എക്സ്ട്രാ ജോബ് ഒക്കെ ചെയ്തോ കൊണ്ടുവരാം. അവിടെ എല്ലാം നമ്മൾ നമ്മുടെ ടൈം ആണ് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നത്. നമുക്ക് തന്നെ സ്വന്തമായിട്ട് തന്നെ സമയമില്ലാത്ത അവസ്ഥ വരും. മക്കളോട് ഒപ്പം സ്പെൻഡ് ചെയ്യാനില്ലാത്ത അവസ്ഥ വരും. പിന്നെ കൂടാതെ നമ്മുടെ ഹെൽത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മൾ ചെയ്യുന്നത് വർക്ക് സ്മാർട്ടർ ആൻഡ് നോട്ട് ഹാർഡർ. കാരണം നമുക്ക് ഓൺലൈൻ സ്പേസ് നമ്മൾ പണ്ട് ഈ പറഞ്ഞ പോലെ ഓൺലൈനിൽ നിന്ന് കേൾക്കുമ്പോൾ, ഞാൻ ഓൺലൈനിൽ ഷോപ്പ് ചെയ്തിട്ട് കോവിഡിന് മുമ്പ് ഞാൻ ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്തിട്ടേ ഇല്ല. എനിക്ക് ഇഷ്ടമില്ലായിരുന്നു ഓൺലൈനിൽ ഷോപ്പ്. എനിക്ക് പേടിയുമായിരുന്നു, എനിക്ക് ഇഷ്ടവുമില്ലായിരുന്നു. ഓൺലൈൻ ഷോപ്പിംഗ് ഞാൻ ചെയ്തിട്ടില്ല, ഓൺലൈൻ ബാങ്കിങ് ഞാൻ ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാത്ത ഒരാളായിരുന്നു കോവിഡിന് തൊട്ട് മുമ്പ് വരെയുള്ള ആ സമയത്തൊക്കെ. വൺസ് നമ്മൾ ഈ ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓൺലൈൻ സ്പേസിൽ ഇത്രയും പോസിബിലിറ്റി ഉണ്ടെന്ന് അറിഞ്ഞത്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, പണ്ട് ആമസോൺ ഒക്കെ വെല്ലോ കാലത്തായിരിക്കും നമ്മൾ ആമസോണിന്റെ വണ്ടി വരണതും അവരുടെ പാക്കേജ് ഡെലിവറി ചെയ്യാനൊക്കെ കാണുന്നത്. ഇപ്പൊ എല്ലാ ദിവസവും ആമസോണിന്റെ വണ്ടി ആയിരിക്കും നമ്മുടെ റോഡിന് മുമ്പിൽ കൂടെ ഒരു 10 പ്രാവശ്യമെങ്കിലും അങ്ങോട്ട് പോകും. അപ്പൊ ദ വേൾഡ് ഹസ് ചേഞ്ച്ഡ്. നമ്മൾ ഓൺലൈൻ സ്പേസിനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അതൊരു വലിയൊരു പോസിബിലിറ്റിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ജോലി ഒരു എന്താ പറയുക സൈഡിലുണ്ട്. അതാണ് നമ്മുടെ മെയിൻ ഇൻകം. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു സൈഡിൽ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് ഓൺലൈൻ സ്പേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ തിങ്ക് ചെയ്യണം ഏതാണ് വേണ്ടത്. എല്ലാവർക്കും കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നത് ക്വിക്ക് റിച്ച് എന്നുള്ള ഒരു മെന്റാലിറ്റിയാണ്. എവിടെയാണോ പെട്ടെന്ന് കാശ് കിട്ടും എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ പറയുന്നത്, അവിടേക്കാണ് ആളുകൾ കൂടുതൽ ഫ്ലോക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ അങ്ങനെ ഒരു ക്വിക്ക് റിച്ച് സ്കീം നമ്മൾ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് എ ക്വിക്ക് റിച്ച് ആയിട്ടുള്ള ഒരു സംഭവമേ അല്ല. ഇവിടെ നമ്മൾക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ബിസിനസ് നമ്മൾ സെറ്റ് ചെയ്ത് തന്നു, ട്രെയിനിങ് തരുന്നു, മെന്ററിങ് തരുന്നു, എല്ലാം തരുന്നു. നിങ്ങളുടെ ഒരു കമ്മിറ്റ്മെന്റും ഒരു എഫേർട്ടും കൂടി നിങ്ങളുടേതായ ഒരു പേസിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അല്ലാണ്ട് ഇത് വന്ന് ഒരാഴ്ച കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ പെട്ടെന്ന് കുറെ കാശൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്ന ഒരു ബിസിനസ് അല്ല ഇത്. ദിസ് ഇസ് എ ബിസിനസ് ഫോർ യുവർ ലോങ് ടേം ഗോൾ ആൻഡ് ഫോർ എ ലൈഫ് ടൈം ഗോൾ. നമ്മുടെ ഒരു ലൈഫ് ടൈമും നമ്മുടെ മക്കളിലേക്കും കൂടി നമുക്ക് ലൈഫ് ടൈമിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ബിഗ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണിത്. അതാണ് നമ്മളിവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും. സോ വി ആർ working smarter, not harder. So we are a group of entrepreneurs who are working smart in the online space. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് അനുവിനോട് ചോദിക്കാം. അനു is a very busy mom. She has 3 little guns ഏറ്റവും. അനു മിക്ക വീഡിയോയിൽ നിങ്ങൾ കണ്ടുകാണും, അനു കുഞ്ഞു കുട്ടിയായിട്ടാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. See, even a mom like that can do this business. അപ്പോൾ അനുവിന്റെ ജേർണി എന്താണെന്ന് നമുക്ക് കേൾക്കാം. അനു, what is your thoughts about it? എന്താണ് അനുവിന് ഇങ്ങനെ ഒരു ബിസിനസ് വേണം എന്ന് തോന്നിയതും? Sure. Thank you for having me here. Hi friends. സോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് പുതിയൊരു സ്ഥലത്തേക്ക്, അല്ലെ ഏത് കൺട്രിയിലാണേലും വരുന്നത്. ഇപ്പൊ ഷിനോ ചേട്ടൻ പറഞ്ഞതുപോലെ ഞാനും പല കൺട്രിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പല ഹാർഡ് വർക്കിംഗ് എടുത്തിട്ട് ഒത്തിരി സാക്രിഫൈസ് ചെയ്തിട്ട്. എന്നിട്ട് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് ചില സമയത്ത് ചിന്തിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ച ജീവിതമാണോ എനിക്ക് കിട്ടുന്നത്, അതല്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് മിക്കപ്പോഴും ചില ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വരും. അപ്പം എനിക്ക് അത് വന്നത് ഞാൻ മെറ്റേണിറ്റി ലീവിൽ ഇരുന്ന സമയത്താണ്. അപ്പൊ ഞാൻ റീസെന്റ് ഓസ്ട്രേലിയയിലേക്ക് ഇപ്പൊ 1 year ആവുന്നു. റീലൊക്കേറ്റ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അൺപെയ്ഡ് മെറ്റേണിറ്റി ലീവിൽ ഇരിക്കേണ്ടി വന്നു.
അപ്പോഴാണ് നമുക്കൊരു ഇത്രയും നാളൊരു ഡീസന്റ് ഇൻകം കിട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും പെട്ടെന്നൊരു ഇൻകം നമുക്ക് ഇല്ലാതെയാവുകയാണ്. അപ്പോഴാണ് വിചാരിക്കുന്നത് നമുക്കൊരു വേറൊരു ഇൻകത്തിന്റെ എത്രമാത്രം ആവശ്യമുണ്ട്. നമുക്ക് പെട്ടെന്ന് ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു, നമുക്ക് പല കാരണങ്ങളാൽ ജോലിക്ക് പോവാതിരിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ഇൻകത്തിന്റെ ആവശ്യം എത്രമാത്രം ഉണ്ടെന്ന് ഒരു തിരിച്ചറിവുണ്ടായി. അത് മാത്രമല്ല, ആ മെറ്റേണിറ്റി ടൈമിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയമുണ്ട്. അപ്പൊ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഒരുപാട് വീഡിയോസ് ഈ നമ്മുടെ സൈക്കോളജിസ്റ്റുമാരുടെ ഒക്കെ ഒത്തിരി വീഡിയോസ് കാണുന്നത്. അപ്പൊ എസ്പെഷ്യലി പേരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് കണ്ടപ്പോഴത്തേനുമാണ് നമ്മൾ എങ്ങനെ അവരെ നന്നായി റെയർ ചെയ്യുന്നു, അവരെ ഫോം ചെയ്യുന്നു, അങ്ങനെയായിരിക്കും അവർ എത്ര നല്ല ഹ്യൂമൻ ബീങ് ആകുന്നു മുന്നോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അവര് കൂടുതൽ എംഫസൈസ് പറയുന്നത് 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ ഒരുപാട് നന്നായി ട്രെയിൻ ചെയ്യണം, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഒരുപാട് ചിന്തിച്ചു, ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ടോ, ഞാനൊരു ഗുഡ് പേരന്റ് ആണോ? അങ്ങനെ ഒരുപാട് ചിന്തകളായിട്ട് വരുമ്പോഴാണ് എനിക്ക് ഇനഫ് ടൈം വേണം. അതുപോലെ തന്നെ നമ്മൾ ഇമിഗ്രന്റ് പേരന്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെൻസസ് ഉണ്ട്. രണ്ടുപേരും വർക്ക് ചെയ്യാതെ നമുക്ക് പറ്റത്തേ ഇല്ല. അപ്പൊ നമ്മൾ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്മാർട്ടായിട്ട് ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാതെ എങ്ങനെ സ്മാർട്ടായിട്ട് ഏൺ ചെയ്യാന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു ഓൺലൈൻ സ്പേസിൽ മാത്രമേ അതിനൊരു ഓപ്ഷൻ ഉള്ളൂ, വേറെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെ നോക്കി വന്നപ്പോഴത്തേനുമാണ് ഈ ബിസിനസിനെ കുറിച്ച് അറിയാൻ പറ്റിയത്. അപ്പൊ ഈ ബിസിനസിനെ കുറിച്ച് ഞാൻ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. ഒരുപക്ഷെ എനിക്കൊരു അന്നേരം എനിക്ക് അത്രയും ഒരു സ്ട്രോങ് ഹങ്കർ ഇല്ലായിരുന്നു, അത്രയും വലിയ നീഡ് ഇല്ലായിരുന്നു. ഈ സമയത്ത് എനിക്കത് വളരെ അത്യാവശ്യമായിരുന്നു. ഡെസ്പെറേറ്റ്ലി ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം അവരുടെ എല്ലാം പ്രോഗ്രസ്സേ എനിക്ക് ഇത്രയും 2-3 വർഷമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. ആരും താഴോട്ട് പോയിട്ടായിട്ട് കണ്ടിട്ടില്ല. എല്ലാവരുടെയും പ്രോഗ്രസ് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് കാണുന്നത്. അപ്പൊ ആദ്യം മുതലേ എനിക്ക് ഈ പ്രോസസ്സിനെ ഞാൻ കംപ്ലീറ്റ്ലി മെലിന ചേച്ചിക്ക് അറിയാമായിരിക്കും, ഞാൻ വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിരുന്നില്ല. കാരണം ഞാൻ ഇത് 2-3 വർഷമായി ഫോളോ ചെയ്യുന്നതാണ്. എനിക്കൊരു ട്രസ്റ്റ് ആദ്യം മുതലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിപ്പോ ആർക്കാണെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോ ചേച്ചിയുടെ ഗൈഡൻസും അതേപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ ഒരു കോപ്പറേഷൻ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് ഒരു പ്രീവിയസ് ബാക്ക്ഗ്രൗണ്ടിന്റെ ആവശ്യമില്ല, നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ടെക് സാവി ആവണം എന്ന് യാതൊരു ആവശ്യമില്ല. എൻ്റെ വേറെ ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ആണ്. ഇവിടെ ആരും നമ്മളോട് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചെയ്യുന്ന ജോലി ചെയ്യാനായിട്ടല്ല പറയുന്നത്. നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ സ്റ്റെപ്പായിട്ട് സിമ്പിൾ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഇതിലൂടെ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ല ജെനുവിൻലി ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ചാൻസ് ആണ്. ഞാൻ അധികം സംസാരിക്കുന്നില്ല, ഈവൻ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ചേച്ചി. താങ്ക് യു അനു, താങ്ക് യു സോ മച്ച്. ഇതിൽ അനു പറഞ്ഞൊരു സ്പെഷ്യൽ പോയിന്റ് എനിക്ക് നോട്ട് ചെയ്ത് അനു പറഞ്ഞു, അനു പാരന്റിങ്ങിനെ കുറിച്ച് ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ട്, പാരന്റിങ്ങും സൈക്കോളജിസ്റ്റിനെ കുറിച്ചൊക്കെ. അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാല്, നമ്മളൊരു പാരന്റ് ആണ്, നമ്മളെല്ലാവരും ഓരോ പാരന്റ്സ് ആണ്. ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ, അതിപ്പോ എന്റെ കുട്ടികൾ വലുതായിപ്പോയി, അപ്പൊ 10 വയസ്സിൽ മേലായി, ഏത് ഏജിലാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ബെസ്റ്റ് വേർഷൻ പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മൾക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ക്രാങ്കി ആയിട്ട്, വളരെ ആംഗ്രി ആയിട്ട്, അല്ലെങ്കിൽ വളരെ എന്താ പറയണ, ഒരു നല്ലൊരു പോസിറ്റീവ് മെന്റാലിറ്റിയിലല്ല ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് നമ്മുടെ മക്കളെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല. എന്റെ ഒരു പേഴ്സണൽ എന്താ പറയാ, ഒരു പേഴ്സണലായിട്ട് ഞാൻ പറയുന്ന വളരെ എന്താ പറയാ, ഞാനത് റിയലി ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത്, ഞാൻ ഫുൾ ടൈം ജോലി ചെയ്തിരുന്ന ആളാണ്, എന്റെ ഹസ്ബൻഡും ഫുൾ ടൈം ജോലിയായിരുന്നു. ആ സമയത്ത് ഞാൻ ശരിക്കും ഒരു വളരെ ആംഗ്രി ആയിട്ടായിരുന്നു ഞാൻ കയറി വന്നത്, വീട്ടിൽ തന്നെ കയറി വന്നത് ഭയങ്കര ദേഷ്യപ്പെട്ട. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജോലിയിലുള്ള സ്ട്രെസ്, പിന്നെ നമുക്ക് ജോലിയിൽ ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസ് നമുക്കറിയില്ല, റിപ്പീറ്റേറ്റീവ് മോഷൻസ് കാരണം നമുക്ക് വേദനകൾ വരും, കാലുവേദന, കാലുവേദന, മുട്ടുവേദനയൊക്കെ വരും. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, നമ്മൾ അവിടെയും കുക്കിങ്ങും ക്ലീനിങ്ങും കാര്യങ്ങളായിട്ട് നമ്മൾ ബിസിയാണ്. കുട്ടികൾ ചെറുതാണ് ആ സമയത്ത്, അപ്പൊ അവരെ നോക്കണം. ഐ വാസ് റിയലി ആംഗ്രി. ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു മദറായിരുന്നു. എനിക്കത് പറഞ്ഞതിൽ ഒരു നാണക്കേടില്ല, ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയിരുന്നു. ആ പർട്ടിക്കുലർ ടൈമിലാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയത്, ലൈക്ക് ഹൗ ക്യാൻ ഐ കം ഔട്ട് ഓഫ് ദിസ്, ഈ ഒരു സ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ എനിക്ക് പുറത്തു വരാൻ പറ്റും. എനിക്ക് ഇങ്ങനെ ഒരു ലൈഫ് അല്ല ആവശ്യം, ഐ വോണ്ട് എ ഹാപ്പി ലൈഫ്. എനിക്ക് എൻ്റെ മക്കളെയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം നന്നായിട്ട് ഹാപ്പി ആയിട്ട് നോക്കാൻ പറ്റുന്ന ഒരു മദർ ആകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ്. അപ്പൊ എങ്ങനെ ഈ ഒരു 9 to 5 ഗ്രൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരണമെന്നുള്ളൊരു ഭയങ്കരമായൊരു ആഗ്രഹമായിരുന്നു എനിക്ക്.
അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ കോച്ച്, അതായത് നമ്മുടെ കോച്ച് നീതുവിന്റെ വീഡിയോ, ഒരു പോസ്റ്റാണ് ഞാൻ കണ്ടത്. പുള്ളിക്കാരത്തി വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. കാരണം വെച്ചാൽ കുട്ടികളെ നോക്കുന്നു, അതിൻ്റെ ഒപ്പം ബിസിനസ് ബിൽഡ് ചെയ്യുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു വളരെ ഷൈ ആയിട്ടുള്ള ഇപ്പോഴത്തെ ഞാനും ഒരു 5 വർഷം മുമ്പത്തെ ഞാനും നോക്കണമെങ്കിൽ ഞാൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനോ ഫോട്ടോ ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിനും വളരെ ഷൈ ആയിട്ട് ഇരുന്നേച്ച ഒരു എന്താ സാധാരണ ഒരു വുമണായിരുന്നു. ബട്ട് ഇവിടെ വന്നാണ് നമ്മൾ ഓരോന്ന് ട്രെയിനിങ്ങിലൂടെയും നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി സപ്പോർട്ടിലൂടെയും നമ്മൾ ഗ്രോ ചെയ്ത് പുറത്തേക്ക് വന്നത്. ആൻഡ് ടുഡേ ഐ കൻ പ്രൗഡ്ലി സേ ഐ ആം ഗോയിങ് ഇൻ ടു വൺ ഓഫ് ദ ബെസ്റ്റ് വേർഷൻസ് ഇൻ മൈ ലൈഫ്. ഏറ്റവും എൻ്റെ ആസ് എ മദർ, ആസ് എ വൈഫ്, ആസ് എ ഡോട്ടർ, I am going in through a best version of myself, and that is all through my business, and I'm very happy and proud to say that. So നമ്മളെല്ലാവരും ഓരോ ജേർണിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഫൈനാൻഷ്യൽ റിസൾട്ട്സ് വേണം ഓഫ് കോഴ്സ്, ബട്ട് അതിലും കൂടുതൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് വെരി ബിഗ്. ആ ഒരു ഗ്രോത്ത് കാരണം നമ്മൾക്ക് ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മക്കളാണ്. നമ്മുടെ മക്കൾ നമ്മുടെ ബെസ്റ്റ് വേർഷൻ കാണുമ്പോൾ ദേ ആർ ഗോയിങ് ടു ബി മച്ച് മോർ ഗ്രേറ്റർ ദാൻ us, and that is going to be the best thing that is going to happen in our lives. And you are all in a very good place. So നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പേഴ്സണൽ ഗ്രോത്ത് വേണം, നിങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾക്ക് ഗ്രോ ചെയ്യണം, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നല്ലൊരു സോളിഡ് ബിസിനസ് ഓൺലൈൻ സ്പേസിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ you are in the right place. You can connect with us. We will be there to help you and guide you in this whole process. So thank you very much everyone. ഞങ്ങൾ എല്ലാവരും വളരെ ഓപ്പൺ ആയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ജേർണി ഷെയർ ചെയ്തത്. ആരെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എൻ്റെ കൂടെ? എല്ലാരും. അപ്പൊ ഇനി നമ്മൾ അടുത്ത ഈ ആഴ്ചയിൽ തന്നെ ഫ്രൈഡേയും കൂടി നമ്മൾ വരും, ഒരു ലൈവ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന ഓരോ ക്വസ്റ്റ്യൻസ്, നമ്മുടെ എൻക്വയറീസിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൈവുകളൊക്കെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ തീരുമാനിച്ചത് നമ്മൾ ഈ ജേർണി ഷെയർ ചെയ്യാനാണ്. സോ വി ആർ ഓൾ ഷെയറിങ് അവർ ഓൺ പേഴ്സണൽ ജേർണീസ് ടു ഓൾ ഓഫ് യു ഓൾ. Hope we inspired everyone. So thank you very much and have a beautiful day. Thank you. Thank you all. Thank you. Thank you.